സുഖപ്രസവത്തിൽ എവിടാ സുഖം. ഹലോ, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് വീഡിയോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ്പാർട്ടം മിത്സ്. ഡെലിവറിയുടെ കാര്യം ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ആൾക്കാർക്ക് അറിയേണ്ടത് സുഖപ്രസവമാണോ ഓപ്പറേഷനാണോ എന്ന്. സുഖപ്രസവത്തിൽ എവിടാ സുഖം? രണ്ടിലും ഒരു സുഖമുള്ള ഏർപ്പാടല്ല, രണ്ടും സുഖമുള്ള ഏർപ്പാടല്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അത് സി സെക്ഷൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ഇറ്റ്സ് എ വെരി പെയിൻഫുൾ പ്രോസസ്സ്. ആൻഡ് സി സെക്ഷനിലാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വയറിൻ്റെ 7 ലെയർ കട്ട് ചെയ്തിട്ടാണ് ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ ഓപ്പറേഷണൽ സർജിക്കൽ പ്രോസസ്സ്. സോ അതിന് ഒത്തിരി റെസ്റ്റ് വേണ്ട പ്രോസസ്സാണ്. ഈവൻ ഇഫ് നമ്മൾ റെസ്റ്റ് എടുത്താൽ കൂടിയും നമുക്ക് നടുവേദന അങ്ങനെയുള്ള ലൈഫ് ലോങ് ആയിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കതിൻ്റെ കൂട്ടത്തിലുണ്ട്. സോ ഐ തിങ്ക് ബോത്ത് ആർ ഇൻ ഡിഫറെൻറ്റ് വേസ് ഓഫ് പെയിൻഫുൾ പ്രോസസ്സ് തന്നെയാണ്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് മിത്ത്. അയ്യോ, കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുക്കാനേ പാടില്ല, ഒൺലി ബ്രസ്റ്റ് മിൽക്ക്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് മിത്ത്. ഫുള്ളി നോൺസെൻസ് ആണ്. ഫോർമുല മിൽക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിലെ എല്ലാ മദേഴ്സിനും ഒരുപോലെ ആദ്യം തന്നെ കുഞ്ഞിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. കുഞ്ഞ് കുടിച്ച് വരുമ്പോൾ മാത്രമേ, പാല് കുടിച്ച് വരുന്ന സമയത്ത് മാത്രമേ ആ സെക്ഷനിലൂടെ മാത്രമേ ആ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുള്ളൂ. സോ ഇൻ ദാറ്റ് കേസ് ദേ ക്യാൻ യൂസ് ഫോർമുല മിൽക്ക് ഇനിഷ്യലി. അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ നമുക്ക് അത് കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം then we can switch to the breast milk also. കുഞ്ഞിന് തേനും വയമ്പും സ്വർണവും ഒക്കെ തൊട്ട് കൊടുക്കണം. ആക്ച്വലി ഇത് പഴയ കാലത്തുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ഒന്നാണ്. ആൻഡ് സയൻറ്റിഫിക്കലി ഇറ്റ് ഷുഡ് നോട്ട് ബി ഡൺ. ഒരു 6 months വരെ, കുഞ്ഞിൻ്റെ ഒരു 6 months വരെ യു ഷുഡ് നോട്ട് ഗിവ് എനിത്തിങ് അതർ ദാൻ ബ്രസ്റ്റ് മിൽക്ക്, നോട്ട് ഈവൻ ഹോട്ട് വാട്ടർ. പ്രസവരക്ഷയിൽ തിളച്ച വെള്ളം കോരി ഒഴിച്ചാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ക്യാൻ ഗോ ടു എനി ഒത്തൻറ്റിക് ആയുർവേദിക് സെൻറ്റർ ഫോർ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ്. അത്രയേ ഉള്ളൂ. തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ബേൺ ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് നമുക്ക് താങ്ങാവുന്ന സ്കിന്നിലുള്ള ടെമ്പറേച്ചറുള്ള വാട്ടർ യൂസ് ചെയ്തിട്ട് ബോഡി കഴുകുകയാണ്. പിന്നെ മെയിൻലി പ്രസവരക്ഷ എന്നുള്ളത് ഇൻറ്റൻറ്റ് ചെയ്യുന്ന റിലാക്സ് യുവർ ബോഡി ആസ് വെൽ ആസ് മൈൻഡ്. നമുക്കൊരു റിലാക്സേഷൻ, കുറച്ചുകൂടെ ബോഡി മസാജ്, സ്പാ അങ്ങനെയുള്ളതൊക്കെ കിട്ടുന്നത് ആ ഒരു ടൈമിലാണ്. മാത്രമല്ല അത്രയും റെസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നതും, പിന്നീട് ഒരു സമയത്ത് നമ്മൾ അത്രയും റെസ്റ്റ് എടുത്തു എന്ന് വരില്ല. സോ എടുക്കാൻ പറ്റുന്നതും ഈ ഒരു ഫസ്റ്റ് ടൈമിലാണ്. സോ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. പ്രസവരക്ഷ എടുക്കാൻ തന്നെ ഞാൻ എല്ലാവരോടും പറയുള്ളൂ. ആക്ച്വലി ഞാനും പ്രസവരക്ഷ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പുനലൂർ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, ഡോക്ടർ പണിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണ് ഞാൻ ചെയ്തത്. അവിടെയും എല്ലാ പ്രസവരക്ഷയും കിഴി, പിന്നെ ഉഴിച്ചിൽ എല്ലാം ചെയ്യുന്നുണ്ട്. സോ ആരും തിളച്ച വെള്ളം കോരി ഒഴിക്കാൻ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സോ പണ്ടുള്ള ആൾക്കാർ പരമ്പരാഗതമായും അറിവില്ലായ്മ കൊണ്ടും ചെയ്തു വന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ തിളച്ച വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ബോഡിക്ക് നമുക്ക് പറ്റുന്നത്ര ചൂട്, താങ്ങുന്നത്ര ചൂട് മാത്രമുള്ള വെള്ളം യൂസ് ചെയ്ത് പെയ്ത് വാട്ടറിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ, അരിഷ്ടമാണെങ്കിലും ലേഹ്യമാണെങ്കിലും only with the recommendation of your gynecologist take all these things. Blame the mothers for anything and everything that happens for the baby. കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും അത് അമ്മയുടെ തെറ്റ് മാത്രമാണ് എന്നുള്ളതാണ് അടുത്തൊരു മിത്ത്. മദേഴ്സ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു ഫ്രജൈൽ ആൻഡ് വൾണറബിൾ സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത്. പോസ്റ്റ്പാർട്ടത്തിൽ എസ്പെഷ്യലി കുറേ ആൾക്കാർക്ക് ഡിപ്രഷനും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. സോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമയമാണ്. അത് മാത്രമല്ല അവരും പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോ ഇൻ ദാറ്റ് കേസ് ടേക്ക് കെയർ ഓഫ് ദം, give them healthy foods and make them healthy and happy so that you will get the happy and healthy kid. If you love the child, keep the mom happy and healthy, and I am blessed with that. My mom-in-law take care of both of us very nicely. So alhamdulillah, I am blessed. So I hope everybody will get that blessing in their life also. വെയിൽ കൊള്ളിച്ചാൽ മാത്രമേ കുഞ്ഞിന് മഞ്ഞ വരാതിരിക്കുള്ളൂ. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. കുഞ്ഞിനെ നന്നായി ഫീഡ് ചെയ്യുക. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ഫോർമുല, ഇറ്റ്സ് ഫൈൻ, നോ വറീസ്. ബിക്കോസ് നമ്മൾ വെയിൽ കൊള്ളിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വെയിലില്ലാത്ത രാജ്യങ്ങളും ഉണ്ടല്ലോ. കുഞ്ഞിനെ
ഫുള്ളി ഫെഡായിട്ടുള്ള കേസസിലാണെങ്കിൽ ബിലിറൂബിൻ ലെവൽസിനെ കുറിച്ച് നമുക്കധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ഇഫ് യു ആർ വെയിൽ കുളിക്കാൻ കൊണ്ടുപോവുകയാണ്, കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ്, പക്ഷേ കുഞ്ഞ് പ്രോപ്പർലി ഫെഡല്ല, ഒൺലി ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു പോർഷൻ മാത്രമേ കുടിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, അത് ഫുള്ളി ഫെഡല്ല എന്നുണ്ടെങ്കിൽ ബിലിറൂബിൻ ലെവൽസിൽ വേരിയേഷൻസ് കാണിക്കാം. സോ ഫീഡ് ദ ബേബി ഫുള്ളി ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫോർമുല, നോ വറി.